ഹലോ, വണ്ടറിങ് വേൾഡ് മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം. നമ്മളെ പുറത്ത് കാണുമ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ റൂമാണ് 117. 117 എന്ന് പറയുമ്പോൾ നമ്മളത് വരുന്നത് അടിയിലാട്ടോ. മുകളിൽ വേറെ ഒന്ന് വരുന്നുണ്ട്, അതേപോലെ അതിൻ്റെ മുകളിൽ ഒന്ന് വരുന്നുണ്ട്. അങ്ങനെ 3 നിലയായിട്ടാണ്. 3 നില, അടിയിലൊന്ന്, പിന്നെ മേലെ രണ്ട് നിലയായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. നല്ല സ്നോ പെയ്തിട്ട് വൈറ്റ് ഷെയ്ഡ്, അതുപോലെ ഈ ഒരു വീടുകളെ കളറ്, അതുപോലെ ആകാശത്തിൻ്റെ കളറ് എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വീട് നിൽക്കുന്നത് എന്താ വെച്ചാൽ നവാഹ എന്നുള്ള ഒരു സ്ഥലത്താണ്. പൊതുവേ എൻ്റെ ഈ 117 എന്നുള്ള റൂം ഈ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ട്രാക്കിംഗ് ആവശ്യത്തിനോ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാറില്ല കേട്ടോ. ഈ കാണുന്ന ഡോറ് മുകളിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറി പോവാം. അതുപോലെ നമ്മൾ താഴേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇതേ ഡോർ തന്നെ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെയും ഡോറുകൾ ഉണ്ട് കേട്ടോ താഴത്തേക്ക് പോകാൻ. അപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഈ നമ്മളെ ഈ ഡീർഫീൽഡിൽ നിന്നുള്ള ഈ ഒരു എത്രയോ ഏക്കർ ഉണ്ട് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. ആ ഏക്കറിൽ പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളതൊക്കെ കൈകാര്യം ചെയ്യുന്ന മിൻഡോ എന്നുള്ളൊരു അപ്പാർട്ട്മെന്റ് ടീമാണ് കേട്ടോ. ഈ ഒരു ഫുൾ വീഡിയോയിലൊന്നും ഇത് ഫുള്ള് നമ്മളെടുത്ത് തീരൂല കേട്ടോ. അത്രത്തോളം ബിൽഡിങ്സും കാര്യങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മാക്സിമം എൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അറിയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ കാണിക്കുകയാണ് എൻ്റെ ചെറിയൊരിത്. ഇതെന്താ വെച്ചാൽ എല്ലാവർക്കും ഇതേപോലെ നമുക്ക് കാനഡയിലേക്ക് വരാനോ കാനഡയിൽ വന്നിട്ട് താമസിക്കാനോ എന്നുള്ള സംഭവങ്ങളൊന്നും കഴിയില്ല. അപ്പോൾ എന്താണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കേട്ടോ. നമ്മൾ ഈ ഫ്ലാറ്റുകളിൽ നിൽക്കുന്ന ഐസിൻ്റെ വെള്ളം, അതുപോലെ മഴ പെയ്തുള്ള വെള്ളമൊക്കെ പോകാനുള്ള ഒരു ഡ്രെയിനേജ് വേ ആണിത്. ഇതിലൂടെയാണ് വെള്ളം താഴേക്ക് പോവുക, അങ്ങനത്തുള്ള സംഭവങ്ങൾ. അതുപോലെ ഈ ബിൽഡിങ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ആണ്. ഇതുപോലെ അണ്ടർഗ്രൗണ്ടിലുണ്ട് പാർക്കിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്നോ വീണ് കിടക്കുന്നത് കാണാനും ആകാശം കാണാൻ, അതുപോലെ ഇതിലുള്ള ഈ ബിൽഡിങ്സിൻ്റെ കളറ്, ആ മരത്തിൻ്റെ കളർ എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല രസമാണ് വ്യൂസ് കാണാൻ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബിൽഡിങ് 3, അതായത് അടിയിലൊന്ന്, അതിൻ്റെ മേലെ 2 നിലയായിട്ടാണുള്ളത്. അത്യാവശ്യം നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ, കുഴപ്പമില്ലാതെ. അത് ഈ സ്നോ വീണ് കിടക്കുന്നത് കൂടെ കാണുമ്പോൾ കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ആകാശത്തുള്ള വ്യൂസ്, നിലത്തുള്ള വ്യൂസ് എല്ലാം കൂടി കാണുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ടേ. ഈ ഡോഗ് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ പെറ്റുകളുടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിടാനുള്ളതാണ് അത് കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം ഈ ഇവിടെയുള്ള ഈ കാനഡയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫ്ലാറ്റുകളിലും ഈ ഒരു പെറ്റിനായിട്ടുള്ള ഏരിയ ഉണ്ടാവും. അതുപോലെ ഇവിടെയും അതുപോലെ പെറ്റുകളുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ഒരു ഭാഗത്ത് അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഈ ബാക്ക് സൈഡിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ, ഒരു ഇരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെയുള്ള ഒരു വിധമുള്ള എല്ലാ ഏരിയകളിലും ഇങ്ങനത്തെ ഓരോ സെക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ വേസ്റ്റ് ഇടാനുള്ള ഒരു ബിന്ന്, അതുപോലെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഇരിക്കുന്ന സംഭവം, അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഈ ടോയ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് കളിക്കാനുള്ള ഏരിയാസ്, അങ്ങനെ എല്ലാ ഏരിയാസും ഈ ഒരു ഫ്ലാറ്റ്, അതായത് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി മനസ്സിലാക്കാനുള്ള കമ്പുകളാണ് ഈ കൊടുത്തിട്ടുണ്ടോ. ഒരു ടൈപ്പ് ഓഫ് ഇരുമ്പിൻ്റെ എന്തോ ഒരു സാധനമാണ് ഇത്. നമുക്ക് എന്താ വെച്ചാൽ ഈ സ്നോ വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ വഴിയൊക്കെ എല്ലാം വൈറ്റ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ വഴി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സംഭവമാണ്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ആലോചിക്കണമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു മുന്നേ, അപ്പോൾ അതൊന്ന് നോക്കുകയാണ്. അതാ വഴി കാണുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ വഴിയിലൂടെ നടന്ന, അതായത് നമ്മളെ ചെരുപ്പിൻ്റെ അടയാളങ്ങൾ, ഷൂവിൻ്റെ ആ ഒരു അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളായിക്കൂടെ നടന്നു പോകാം. എന്തായാലും ഈ ഒരു മഞ്ഞത്ത് എന്താ വെച്ചാൽ ഇവിടെ നല്ല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഡ്രെയിനേജുകൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വീണ് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളെ ബിൽഡിങ്. ഇതാണ് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. മൊത്തത്തിൽ ഇവിടുത്തെ എന്താ വെച്ചാൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഫുള്ള് വൈറ്റ് മഞ്ഞായിട്ടുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പം നിലവിലുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വഴിയിലൂടെ കുറച്ചിങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഈ നമ്മളെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പാർക്കിംഗ് കണ്ടോ, ഇതേപോലെ മുകളിലുണ്ട് താഴെയുണ്ട്. ഈ താഴെയുള്ള ഈ പാർക്കിംഗ് കണ്ടോ, ഈ പാർക്കിംഗ് തന്നെ നേരെ പോയിട്ടുള്ളതാണ് നമ്മളെ ഇതിൻ്റെ ബാക്കി അണ്ടർഗ്രൗണ്ടിലാണ്. അതാണ് നമ്മൾ ഈ സംഭവം നേരെ അങ്ങനെ കിടക്കുന്നത്, പിന്നെ അതിൻ്റെ എൻഡ് കിടക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റിങ്, അതുപോലെ നമ്മളെ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു ബിന്ന്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഈ കാനഡയിൽ പൊതുവെ എല്ലാ സ്ഥലത്തും ഈ സംഭവം അവൈലബിൾ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ്സിൻ്റെ വേസ്റ്റ്, മറ്റുള്ള വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ബിൻസ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്ലേ ഗ്രൗണ്ടാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഈ വഴിയിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ നോർമൽ ഷൂസ് ഉണ്ടല്ലോ, അതൊന്നും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഐസിന് പറ്റിയിട്ടുള്ള ഷൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പൈക്സ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പറി ആയിട്ട് വീഴാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു വോളിബോളിൻ്റെ കോർട്ടാണ്. പണ്ട് ഞാൻ നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല വോളിബോൾ കളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ തണുപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് വോളിബോൾ കളിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടികളൊരു കളിക്കുന്ന ഒരു സംഭവമാണത്. മുകളിൽ ഇരുന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഉരുസി പോകുമല്ലോ, അങ്ങനെ സ്കേറ്റ് ചെയ്ത് പോണ ഒരു സംഭവമാണ്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോണത് ഈ വഴിയിലൂടെ തന്നെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ മിൻഡോ എന്നുള്ളൊരു ടീമാണ് ചെയ്യുന്നത് എന്ന്. അതായത് അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, ഇവിടെ ലീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓഫീസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വഴിയിലൂടെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ ആ ഓഫീസ് കാണാം. അപ്പോൾ ആ ഓഫീസ് കുറച്ചുകൂടി ഒന്നുകൂടെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വഴി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴി മനസ്സിലാക്കാനുള്ള കമ്പികൾ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ. അപ്പോൾ ഈ മരങ്ങളൊക്കെ കണ്ടില്ല, ഫുള്ള് ഇലകളൊന്നും ഇല്ലാണ്ട് ഫുള്ള് കൊഴിഞ്ഞിട്ടാണല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടൈപ്പ് പ്ലേ ഗ്രൗണ്ടാണ്. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ കാണുന്നത് കാനഡ പോസ്റ്റിൻ്റെ ഐറ്റംസ്. അതായത് നമ്മൾക്ക് കൊറിയർ വന്നു കഴിഞ്ഞാൽ അതത് റൂമിൻ്റെ പെട്ടികളുണ്ടാവും, അതായത് റൂമിൻ്റെ നമ്പേഴ്സുള്ള കൗണ്ടറിൽ അത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മെയിൻ റോഡാണിത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മെയിൻ റോഡിൻ്റെ നേരെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് വരുന്നത്, മിൻഡോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ കാണുന്നതാണ് നമ്മളെ മിൻഡോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ്. അതായത് അവരുടെ കാര്യങ്ങൾ, പേപ്പേഴ്സ് വർക്ക് എല്ലാം ചെയ്ത് നടക്കുന്ന ഓഫീസാണ് ആ കാണുന്നത് കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ ഒരു കാനഡൻ്റെ ഫ്ലാഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയൊരു, അതായത് നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ഓഫീസേഴ്സ് ഒന്നല്ലേ. ഇനി നമ്മൾ നേരെ പോകാൻ പോണത് ഞാൻ പറഞ്ഞ നമ്മളെ ആ ലോണ്ട്രി, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള ലോണ്ട്രി ഉണ്ടല്ലോ, അത് നേരെ പോയി കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി ഈ വഴിയിലൂടെ പോയിട്ട് നമ്മൾ ആ കാറ് തിരിഞ്ഞല്ലോ ലെഫ്റ്റ് സൈഡ്, ആ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് നേരെ നടന്നിട്ട് വേണം നമ്മൾ നേരത്തെ നിന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ ആ ഫ്ലാറ്റിലേക്ക് ചെല്ലാനും. അതിൻ്റെ അടിയിലാണ് ഞാൻ പറഞ്ഞ ആ അണ്ടർഗ്രൗണ്ട് വരുന്നത് കേട്ടോ, അവിടേക്ക് എത്തിപ്പെടാനും.
നിങ്ങൾ കണ്ട പോലെ തന്നെ കാറുകളിലൊക്കെ നിറച്ച് സ്നോ ആട്ടോ. അതുപോലെ നിലത്തും നല്ല വൈറ്റ് കളർ സ്നോ, ഒരു വൃത്തിയുള്ള സ്നോ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ഈ ചളിയായിട്ടുണ്ട്. എന്നാലും മാക്സിമം അതിൻ്റെ വൈറ്റ് ഇതിൽ തന്നെ ഈ സ്നോ വന്ന് കിടക്കണ്ടേ. ഈ കാണുന്ന ഈ ഒരു മതിലുണ്ടല്ലോ, ഈ ഒരു മരത്തിൻ്റെ ടൈപ്പ് മതിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മളെ മിൻഡോ അപ്പാർട്ട്മെൻറ്റ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സൈഡിലുള്ള ഒരു കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നമ്മളൊരു മതിൽക്കെട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പ്ലേ ഗ്രൗണ്ടാണ് ഇത്. ഈ മിൻഡോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതായത് അവരെ ബൗണ്ടറിയിൽ വരുന്ന ഒരു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കാനുള്ള സംഭവങ്ങൾ അതുമെല്ലാം ഈ ഒരു 4 ഏക്കറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല സംഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഫുള്ളായിട്ടൊന്നും പോയി കണ്ടിട്ടില്ല. ഇവിടെ മൊത്തം എടുത്തിട്ടൊന്നും ഇപ്പം ഇന്ന് തീരൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്ര തോനെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എത്രയാണോ എന്നെ കൊണ്ട് കഴിയുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ലോണ്ടറി എന്നുള്ള സംഭവത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കീ ഉണ്ട്. അതിലൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ച് ടാപ്പ് ചെയ്തിട്ട് വേണം ആ ഡോറിൻ്റെ ലോക്കുകൾ കാര്യങ്ങളൊക്കെ തുറക്കാൻ. അപ്പോൾ ഇതാണ് ആ ഡിവൈസ് കേട്ടോ. ഈ ഡിവൈസിൽ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഈ കാണുന്ന സംഭവം വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുക, അത് ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് നമ്മളെ ഡോറ്. ഈ ഡോറിൻ്റെ ആ കാണുന്ന വൈറ്റ് ഇതിലുള്ളൊരു സംഭവം കണ്ടോ, അവിടെയാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഡിവൈസ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറക്കാനാവും. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് കയറുന്ന സംഭവം ഉണ്ടല്ലോ, കോണി കാര്യങ്ങളൊക്കെ, ഇതിൽ ഇവിടെയാണുള്ളത്. ഇതുവഴി മുകളിലുള്ള 2 റൂമുകളിലുള്ള ആ ഫ്ലാറ്റുകളിലുള്ള റൂമുകളിലേക്കും ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു സർവീസ് റിക്വസ്റ്റ് മെയിൻ്റനൻസ് എന്നുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് താഴേക്കുള്ള കോണി വരുന്നത് കണ്ടോ. അണ്ടർഗ്രൗണ്ടിൻ്റെ താഴേക്കുള്ള കോണി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കോണി ഇറങ്ങിയിട്ട് ആ ഡോറ്, ഇവിടെ ഈ എല്ലാ അധിക ഡോറുകളിലും നമ്മൾ ആ ഡിവൈസ് ടാപ്പ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഡോറുണ്ടല്ലോ, ഈ ഡോറിന് ഡിവൈസിൻ്റെ ആവശ്യമില്ല. ഈ ഡോറ് നമ്മൾ തുറന്നിട്ട് നെക്സ്റ്റ് ഡോറിന് ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡിവൈസ് അവിടെ വെച്ചിട്ട് ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പോവാണ്. ഫസ്റ്റത്തെ ഡോറ് തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗ്രീനിൻ്റെ ആ മറ്റേ ഡിവൈസിൻ്റെ ആവശ്യമില്ല. എന്നാൽ രണ്ടാമത്തെ ഡോറ് തുറക്കുമ്പോൾ ഈ കാണുന്ന വൈറ്റ് ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ കയ്യിലുള്ള ഡിവൈസ് ടാപ്പ് ചെയ്യാൻ. ആ ഡിവൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്രീനായിട്ട് ലൈറ്റ് കത്തും. ആ ഗ്രീൻ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ റെഡിലാണുള്ളത് കേട്ടോ. ഇത് നമ്മളെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഗ്രീൻ ഷെയ്ഡാവും. ഇതാ ഈ ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നേരെ കൊണ്ടുപോയി ടാപ്പ് ചെയ്യുക. അപ്പോൾ ഗ്രീനായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പൺ ആക്കുക. ഓപ്പണായി കഴിഞ്ഞാൽ നേരെ കാണുന്നത് തന്നെ ഇതിൻ്റെ ഈ പൈപ്പുകൾ കാര്യങ്ങൾ, അങ്ങനത്തെ വയറിങ്, പ്ലംബിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണെന്ന്, അതിന് ഉദാഹരണമാണ് കണ്ടോ.
ഈ അണ്ടർഗ്രൗണ്ടിൽ വരെ, അതായത് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ വരെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് ചെയ്യാനുള്ള, അതായത് വേസ്റ്റ് സംഭവങ്ങളൊന്നും അവിടെ നിലത്തൊന്നും ഒഴിവാക്കാതിരിക്കാൻ ഈ ഒരു ഡംപ് ചെയ്യാനുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പച്ച സാധനം, ആ യെല്ലോ ഇതിലുള്ള കാണുന്നതും അതാണ് നമ്മളെ വേസ്റ്റ് ചെയ്യാനുള്ള ബിന്നായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡോറ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളെ കയ്യിലുള്ള ഡിവൈസ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കി ഉള്ളിൽ പ്രവേശിക്കാം. അങ്ങനെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡോർ ഉണ്ടല്ലോ, നെക്സ്റ്റ് ഡോറിന് ഇങ്ങനെ ഗ്രീൻ സിഗ്നലിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്, നമ്മളെ ഈ ലോണ്ടറി എന്നുള്ള സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്, ഒരു യെല്ലോ ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കും. അതായത് നമ്മൾ ക്ലീനിങ് ആണ്, അപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന മാപ്പ് എന്താ വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന ഈ ഒരു സെക്ഷൻ, ഈ ഒരു 117 എന്നൊക്കെ ഉള്ള ഈ ഒരു ബിൽഡിങ്സിൻ്റെ അണ്ടർഗ്രൗണ്ട് ആൻഡ് മേലെയുള്ള സംഭവങ്ങളുള്ള ഒരു മാപ്പാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് ഇവിടെയുള്ള അധിക സ്ഥലങ്ങളും കാണാം കേട്ടോ. അതായത് അവരുടേതായ കാര്യങ്ങൾ, അവരെ എന്താണ് സംഭവങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ നേരെ കാണുന്നതാണ് നമ്മളെ ലോണ്ടറി റൂം. ഇത് അവൈലബിൾ ആയിട്ടുള്ള 8 AM to 10 PM വരെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നത് ഒരു കാർഡ് വെച്ചിട്ടാണ്. അതുപോലെ ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിവൈസ് അല്ല, വേറൊരു കാർഡുണ്ട്, ആ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നാൽ നേരെ കാണുന്നത് തന്നെ ഇത് ചെറിയൊരു റൂമാണ്. അതായത് 2 ഡ്രയറും 2 വാഷറും, ഈ 2 വാഷർ 2 ഡ്രയർ, അതുപോലെ ക്ലീൻ ചെയ്യാനുള്ള ഒരു വാഷ് ബേസിന്, പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഒരു നമ്മളൊരു ടേബിൾ പോലുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ വേസ്റ്റ് കറക്റ്റ് ഇടാനുള്ള ഒരു ബിന്ന് ഉണ്ടാവും കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാൻ 2 രൂപ 75 പൈസ, അതുപോലെ ഡ്രൈ ചെയ്യാൻ 2 രൂപ 50 പൈസയാണ് ഇവിടെ ചാർജ് ആവണം കേട്ടോ. ഈ ഒരു മെഷീനറി നമുക്ക് ഓപ്പൺ, അതായത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജ് കൊടുക്കണേ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാതും നോട്ടീസ് ബോർഡിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ നോട്ടീസ് ബോർഡ്, മെയില്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വിവരങ്ങൾ അറിയുക. അതുപോലെ തന്നെ ഈ ഒരു ഫയറിൻ്റെ ഒരു സംഭവം ഇത് എല്ലാ ബിൽഡിങ്സിലും ഉണ്ടാവും. ഇതാണ്ടാവും ഈ നോട്ടീസ് ബോർഡിൻ്റെ പേര് വാട്ട് ഹാപ്പനിങ് ഇൻ യുവർ ബിൽഡിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി, അതായത് എന്താണ് നമ്മുടെ ബിൽഡിങ്ങിൽ സംഭവത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ഒരു ലൈക്കും അടിച്ചേക്കേ.